എറണാകുളം ജില്ലയിൽ കിഴക്കമ്പലത്ത് ചാർട്ടർ സ്കൂളിന് തൊട്ടടുത്ത് 62 ലക്ഷം രൂപയ്ക്ക് ഈ വീട് ഇപ്പോൾ സ്വന്തമാക്കാം. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ചുറ്റിനും നിറയെ വീടുകളാണ്. ചാർട്ടർ സ്കൂൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാം. നമുക്ക് വെറും 300 മീറ്റർ മാത്രം നടന്നു പോകാവുന്ന ദൂരത്തിലാണ് ചാർട്ടർ സ്കൂളും അതുപോലെ തന്നെ കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂളും എല്ലാം തന്നെ സ്ഥിതി ചെയ്യുന്നത്. 3250 ലാൻഡ് അളവ് വരുന്നത്. 1400 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകളായിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 9 കിലോമീറ്റർ ആണ്. ഇടപ്പള്ളി ഭാഗത്തേക്ക് 12 കിലോമീറ്റർ, എയർപോർട്ടിലേക്ക് വെറും 18 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഈ കാണുന്ന വീടിന്റെ ഫ്രണ്ടിലൂടെ പോകുന്ന റോഡ് നിങ്ങൾ നോക്കിക്കോളൂ. ഇന്റർലോക്കിംഗ് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. നമ്മുടെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് മതിൽ വന്നിട്ട് സിമ്പിൾ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. വൈറ്റ് ആൻഡ് ഗ്രേ കളർ ഷെയ്ഡിലെ ടെക്സ്ചർ വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഗേറ്റ് നോക്കുവാണെങ്കിൽ രണ്ട് സൈഡിലേക്ക് നമുക്ക് സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. വീടിന് ഭംഗിയുള്ള എലിവേഷൻ കൊടുത്തിട്ടുണ്ട്. മതിലിന്റെ അതേ പെയിന്റ് തന്നെയാണ് വീടിനും കൊടുത്തിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിലെ എ പോർഷനിലൊക്കെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഭംഗിയുള്ള കോമ്പിനേഷനുകളാണ് അവിടെ എല്ലാം തന്നെ പെയിന്റും അതുപോലെ പാനലിംഗ് വർക്കുകളും എല്ലാം ചെയ്തിരിക്കുന്നത്. വീട് കംപ്ലീറ്റ് ആയിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സ് വരുന്നുണ്ട്. ഫ്രണ്ട് സിറ്റ് ഔട്ടിന്റെ പോർഷനിലൊക്കെ നോക്കുവാണെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് പാനലിംഗ് ആണ്. വുഡൻ വർക്കുകളും പെയിന്റിങ്ങും ലൈറ്റ് ഫിറ്റിംഗ്സും എല്ലാം കൂടി നോക്കുമ്പോൾ നല്ല അട്രാക്റ്റീവ് ആയ രീതിയിൽ തന്നെയാണ് വീടിന്റെ എലിവേഷൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ വീടിന്റെ കോമ്പൗണ്ടിലേക്ക് എൻട്രി ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് കോബിൾ സ്റ്റോൺസ് ആണ് തിരിച്ചിരിക്കുന്നത്. വീടിന്റെ ഫ്രണ്ടിലുള്ള സ്പേസ് നമുക്ക് ഇങ്ങനെ നല്ല ലെങ്തി ആയിട്ടാണ്. രണ്ട് ചെറിയ കാറുകൾക്ക് നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്താൽ പാർക്ക് ചെയ്യാവുന്നതാണ്. വീട്ടിലേക്ക് എൻട്രി ചെയ്തിട്ട് റൈറ്റ് സൈഡ് നോക്കുവാണെങ്കിൽ അവിടെയായിട്ട് നിങ്ങൾക്ക് വെല്ല് കാണാൻ പറ്റുന്നുണ്ട്. കിണർ നോക്കുവാണെന്നുണ്ടെങ്കിൽ നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിണറിന്റെ സ്ഥാനം വരുന്നത്. കിണറിനെ കണ്ടിന്യൂ ചെയ്ത് വരുന്ന വീടിന്റെ റൈറ്റ് സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. അവിടെയും കോബിൾ സ്റ്റോൺസ് തന്നെയാണ് വിരിച്ചിരിക്കുന്നത്. കുറച്ച് പോർഷൻ വരുമ്പോൾ മെറ്റൽ ചിപ്പുകളുമാണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ ലെഫ്റ്റ് സൈഡ് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇവിടെയും നല്ല രീതിയിൽ ഏരിയ സ്പേഷ്യസ് ആണ്. ഇവിടെയും മെറ്റൽ ചിപ്പ് തന്നെയാണ് തിരിച്ചിരിക്കുന്നത്. വീടിന്റെ ബാക്ക് സൈഡ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ഏരിയകളെല്ലാം തന്നെ സ്റ്റോൺസ് ഇട്ടിട്ടുണ്ട്. ബാക്കി വരുന്ന ഏരിയ നമുക്ക് വർക്ക് ഏരിയയ്ക്ക് ആയിട്ടാണ് ഫ്ലോറിംഗ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് ഞാൻ പറഞ്ഞിരുന്നു കിഴക്കമ്പലത്താണ്. ഒരുപാട് ആൾക്കാർ താമസിക്കാൻ ഇഷ്ടമുള്ള സ്ഥലമാണ് കിഴക്കമ്പലം. നല്ലൊരു ശാന്തസുന്ദരമായ ഏരിയ ആണ്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. സ്കൂളുകൾ അടുത്തുണ്ട്, ഹോസ്പിറ്റലുകൾ അടുത്തുണ്ട്. അതൊക്കെയാണ് നമുക്ക് തീർച്ചയായിട്ടും ഒരു വീട് വെക്കുമ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ. നിങ്ങൾക്ക് താമസിക്കാൻ മാത്രമല്ല, നിങ്ങൾക്ക് റെന്റ് ഔട്ട് ചെയ്യാനുള്ള ഒരു പർപ്പസിനും കൂടെ ഈ ഒരു വീട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ചാർട്ടർ സ്കൂൾ തൊട്ടടുത്തായതുകൊണ്ടും ഒരുപാട് ഓഫീസുകൾ കാര്യങ്ങൾ ഇൻഫോ പാർക്കൊക്കെ നമുക്ക് ഇതിനടുത്ത് വരുന്നത് കൊണ്ടും നിങ്ങൾക്ക് റെന്റ് ഔട്ട് ചെയ്താൽ കൂടി നല്ലൊരു ഇൻകം കിട്ടുന്ന വീട് കൂടിയാണിത്. വീടിന്റെ സിറ്റ് ഔട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. പില്ലറൊക്കെ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ടെക്സ്ചർ വർക്കാണ്. നീളത്തിലുള്ള സിറ്റ് ഔട്ട് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് സിറ്റ് ഔട്ടിൽ തിരിച്ചിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ഫ്രണ്ട് പോർഷനിലെ ഈ ഒരു ഏരിയ കംപ്ലീറ്റ് നിങ്ങൾ നോക്കിക്കോളൂ. ഇവിടെ എല്ലാം തന്നെ പാനലിംഗ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോറ് രണ്ടായിട്ട് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിൽ ഈസ്റ്റ് ഫേസിംഗ് ആണ്. കിഴക്കോട്ടാണ് മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്. നമ്മൾ നേരെ എൻട്രി ചെയ്യുന്നത് ഇവിടുത്തെ ലിവിംഗ് സ്പേസിലേക്കാണ്. ഫ്ലോർ ടൈൽ എന്ന് നമുക്ക് ആദ്യം നോക്കാം. വൈറ്റ് കളറിൽ ചെറിയൊരു ബ്ലാക്ക് ഡിസൈൻ വരുന്ന ടൈലാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. 12 അടി നീളവും 9 അടി വീതിയുമാണ് ലിവിംഗ് സ്പേസിന് കൊടുത്തിരിക്കുന്നത്. ഇവിടെ രണ്ട് സിംഗിൾ വിൻഡോസ് നിങ്ങൾക്ക് കാണാം. ബാക്കിയുള്ള വിൻഡോസ് നോക്കുവാണെങ്കിൽ ഈ ഭാഗത്താണ് വരുന്നത്. ഇവിടെ എല്ലാം തന്നെ പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. റൂഫിൽ നോക്കുമ്പോൾ സിമ്പിൾ ആയിട്ട് ഭംഗിയായിട്ടും ഒക്കെയാണ് പാനലിംഗ് വർക്കുകളും LED സ്ട്രിപ്പുകളും കൊടുത്തിരിക്കുന്നത്. TV വെക്കാനായിട്ട് ഈ ഒരു വോള് കംപ്ലീറ്റ് ആയിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഭംഗിയുള്ള വർക്കുകളും പാനലിംഗ് വർക്കുകളും ഒക്കെ കൊടുത്ത് വുഡൻ കളർ കോമ്പിനേഷൻ ആണ് മെയിൻ ആയിട്ട് വരുന്നത്. ഓപ്പൺ ഷെൽഫുകളും ചെറിയ LED ബൾബുകളും ഒക്കെ കൊടുത്ത് നല്ല രീതിയിൽ തന്നെയാണ് ഈ ഒരു TV വെക്കാനുള്ള യൂണിറ്റിന്റെ ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ ഡൈനിങ്ങിലേക്ക് വരുന്ന സമയത്ത് എൻട്രൻസ് കംപ്ലീറ്റ് ആയിട്ട് പാനലിംഗ് ആണ്. മുകളിലൊരു ചെറിയ ലൈറ്റും കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ട് നിങ്ങളൊരു ഡൈനിങ് സ്പേസ് കിട്ടുന്നുണ്ട്. 9 അടി നീളവും 8 അടി വീതിയുമാണ് ഡൈനിങ് സ്പേസിന് കൊടുത്തിരിക്കുന്നത്. വിൻഡോസ് നോക്കുവാണെങ്കിൽ ഈ ഭാഗത്ത് 3 എണ്ണമാണ്. ഈ കാണുന്ന വോള് കംപ്ലീറ്റ് ആയിട്ട് പാനലിംഗ് വർക്കാണ്. ഇവിടെ കൂടുതൽ വുഡൻ വർക്കുകളാണ്, നമുക്ക് പാനലിംഗ് വർക്കുകളാണ്. അത് തന്നെയാണ് വീടിന്റെ അട്രാക്ഷൻ എന്ന് നമുക്ക് പറയാം. റൂഫിൽ നോക്കുവാണെങ്കിൽ പാനലിംഗ് വർക്കുകളും LED സ്ട്രിപ്പുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് നിങ്ങളുടെ വാഷ് ഏരിയ വരുന്നത്. ചെറിയ രീതിയിൽ തന്നെ നല്ല ഭംഗിയായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നോക്കുവാണെങ്കിൽ മിറർ വരുന്നുണ്ട്. അവിടെയും പാനലിംഗ് വർക്കുകളാണ്. ഇവിടെ നമുക്ക് ഷെൽഫ് കിട്ടുന്നുണ്ട്. ഈ ഭാഗത്ത് നോക്കിയാലും കംപ്ലീറ്റ് ആയിട്ട് ഷെൽഫാണ്. നമുക്ക് ഇതുപോലെ നമ്മുടെ ഇൻവെർട്ടർ വെക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾ സൂക്ഷിക്കാനൊക്കെ ഈ ഏരിയ യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് വരുന്നത്. ഹാൻഡ് റെയിൽസ് ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റെപ്പ് ഒക്കെ നോക്കുവാണെങ്കിൽ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. 3 ബെഡ്റൂമുകളുള്ള ഈ ഒരു വീട്ടിൽ നമുക്ക് ഇവിടെയായിട്ടാണ് ഒന്നാമത്തെ ബെഡ്റൂം വരുന്നത്. ഇവിടെ എല്ലാം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം കംപ്ലീറ്റ് പാനലിംഗ് ആണ്. ഡോറിന്റെ പാറ്റേൺ വന്നിട്ട് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്.
12 അടി നീളവും 11.5 അടി വീതിയുമാണ് ബെഡ്റൂം സൈസ്. രണ്ട് ഭാഗത്തായിട്ടാണ് 3 വിൻഡോസ് കിട്ടുന്നത്. റൂഫിലാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സ് എല്ലാം കൊടുത്ത് നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബ് നോക്കുവാണെങ്കിൽ വുഡൻ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. നല്ല ഡിസൈനോട് കൂടിയിട്ടാണ് ഡോറ് വരുന്നത്. ബാത്റൂമിനകത്ത് നോക്കുവാണെങ്കിൽ ഗ്രേ കളറിൽ ഡിസൈൻ വരുന്ന നല്ലൊരു ടൈലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. നമ്മുടെ കിച്ചൺ നോക്കുവാണെങ്കിൽ നോർത്ത് വെസ്റ്റ് ഭാഗത്തായിട്ടാണ് ഓപ്പൺ കിച്ചൺ മോഡലിലാണ്. എൻട്രൻസ് ഒക്കെ നല്ല ഭംഗിയായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അകത്തേക്ക് കയറുന്ന സമയത്ത് അത്യാവശ്യത്തിന് സ്പേസ് ഒക്കെ കൊടുത്തിട്ട് തന്നെയാണ് കിച്ചൺ ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് കിച്ചൺ ക്യാബിനറ്റ്സിനെല്ലാം തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. കിച്ചണിന്റെ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ വൈറ്റ് കളറാണ് ടൈല് വരുന്നത്. ബ്ലാക്ക് ബോർഡറും അതിനെ കൂടെ വരുന്നുണ്ട്. മുകളിലും താഴെയും 2 ലെയറിലെ ക്യാബിനറ്റ്സ് വരുന്നുണ്ട്. നമുക്ക് ടോട്ടൽ നോക്കുവാണെങ്കിൽ 3 ലെയറുകളിലായിട്ട് നല്ല രീതിയിൽ സ്റ്റോറേജ് കപ്പാസിറ്റി കൊടുത്തുകൊണ്ടാണ് ക്യാബിനറ്റ്സ് ചെയ്തിരിക്കുന്നത്. മുകളിലത്തെ 2 ക്യാബിനറ്റുകളുടെയും ആ ഒരു സ്പേസിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം LED സ്ട്രിപ്പുകളൊക്കെ ഇട്ട് വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് കൂടാതെ തന്നെ നമുക്ക് കിച്ചണിന്റെ ഈ ഒരു സൈഡൊക്കെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് നമ്മുടെ ചെറിയ മസാല ബോക്സസ് ഒക്കെ വെക്കാനായിട്ട് ഇതുപോലൊരു ഏരിയ നമുക്ക് ലേഡീസിനൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളതാണ്. പലരുടെയും കമന്റ്സ് ഞാൻ കാണാറുണ്ട്. അങ്ങനെ ഏരിയ കിട്ടുന്നുണ്ട്. ചെറിയ ലൈറ്റുകൾ വരുന്നുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് വിൻഡോസ് വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് സിങ്കും പൈപ്പ് കണക്ഷനും വരുന്നത്. ഫ്രിഡ്ജ് വയ്ക്കാനായിട്ട് നമുക്ക് ഈ റൂമിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ കിച്ചണിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ തന്നെയുള്ള ഈ ഒരു ഭാഗത്ത് യൂസ് ചെയ്യാം. അതിന്റെ മുകളിൽ നിങ്ങൾ നോക്കിക്കോളൂ, അവിടെയും നിറയെ കബോർഡുകളാണ്. സാധാരണ നമുക്ക് ഒരു സൈഡിൽ മാത്രം കബോർഡ് കിട്ടാറുള്ളൂ. ഇവിടെയൊക്കെ നിറയെ സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഡോർ തുറന്നാൽ വർക്ക് ഏരിയക്കായിട്ടുള്ള സ്പേസ് ആണ്. നമുക്ക് വർക്ക് ഏരിയ കൂടി അവിടെ ചെയ്തെടുക്കാനുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറുന്ന സമയത്ത് സ്റ്റെപ്പുകളിലെല്ലാം നോക്കിയാൽ ഫുഡ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന ബോർഡിൽ നമുക്ക് ഇതുപോലെ ഒരു ചെറിയ വുഡൻ ഫ്രെയിം ഒക്കെ കൊടുത്തിട്ട് പെർഗോള മോഡലിലാണ് ഓപ്പണിംഗ് ചെയ്ത് ഗ്ലാസ് വെച്ചിരിക്കുന്നത്. സ്റ്റെപ്പ് കയറിയാൽ നമ്മൾ നേരെ വന്ന് നിൽക്കുന്നത് ഒരു ചെറിയ ഹാളിലേക്കാണ്. ഈ ഭാഗത്തായിട്ട് നമുക്ക് ആദ്യത്തെ ഒരു ഡോർ വരുന്നുണ്ട്. അത് തുറന്നു കഴിഞ്ഞാൽ മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ആണ്. സ്റ്റെപ്പ് ഒക്കെ നല്ല സേഫ് ആയിട്ട് കോൺക്രീറ്റിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ടെറസ് ഓപ്പൺ ആണ്. നമ്മൾ നിൽക്കുന്ന ഏരിയയുടെ റൂഫിൽ നോക്കുവാണെങ്കിൽ പാനലിംഗ് വർക്കുകളും LED സ്ട്രിപ്പുകളും LED ബൾബുകളും ഒക്കെ കൊടുത്തിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇവിടെ താഴെ 2 ബെഡ്റൂമുകൾ കണ്ടു. മുകളിൽ നമുക്ക് 2 ബെഡ്റൂമുകളാണ് കാണാനുള്ളത്. നമുക്കിവിടെ 3 ബെഡ്റൂമുകൾ കൂടാതെ ഒരു റീഡിംഗ് റൂം കൂടി കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് ആദ്യം വരുന്നത് റീഡിംഗ് റൂം ആണ്. 11 അടി നീളവും 7 അടി വീതിയുമാണ് ഈ ഒരു റീഡിംഗ് റൂമിന് കൊടുത്തിരിക്കുന്നത്. 2 സൈഡിലായിട്ട് നിങ്ങൾക്ക് വിൻഡോസ് കിട്ടുന്നുണ്ട്. റൂഫിലും അത്യാവശ്യത്തിലുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കുറച്ച് കബോർഡ്സ് കിട്ടുന്നുണ്ട്. ലാപ്ടോപ്പ് വെച്ച് വർക്ക് ചെയ്യാൻ, കുട്ടികളുടെ ബുക്സ് ഒക്കെ നമുക്ക് നല്ല രീതിയിൽ അടുക്കി വെക്കാനൊക്കെ ആയിട്ട് നല്ലൊരു ഷെൽഫും ടേബിളും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ടോട്ടലി നമുക്കിനി ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം. 12 അടി നീളവും 11 അടി വീതിയുമാണ് ബെഡ്റൂം സൈസ്. 2 ഭാഗത്തായിട്ട് നമുക്ക് 3 വിൻഡോസ് വീതമാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. റൂഫിലും നല്ല വലിയ വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെ വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ സ്റ്റോറേജ് കൊടുത്തിട്ട് തന്നെയാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം വരുന്നത് ഇവിടെയാണ്. നല്ല രീതിയിലാണ് ഡോറും കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ ബാത്റൂമിനകത്ത് നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ കിട്ടുന്നുണ്ട്. ഭംഗിയുള്ള ടൈലുകളൊക്കെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ഫൈനൽ ആൻഡ് തേർഡ് ബെഡ്റൂം ആണ് കാണേണ്ടത്. 13 അടി നീളവും 9 അടി വീതിയുമാണ് ബെഡ്റൂം സൈസ്. ഇവിടെ ആയിട്ടാണ് നമുക്ക് 3 വിൻഡോസ് കിട്ടുന്നത്. റൂഫിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയ ഡിസൈനുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെ കിട്ടുന്നുണ്ട്. ഈ ഒരു പോർഷനിലായിട്ടാണ് വാർഡ്രോബ് വരുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് മൂന്നാമത്തെ ബെഡ്റൂമിൽ ചെയ്തിരിക്കുന്നത്. നല്ലൊരു ഡിസൈനിലാണ് ഡോർ ചെയ്തിരിക്കുന്നത്. ഗ്രേ കളറിലുള്ള ടൈലാണ് ഇവിടെ വരുന്നത്. ഇവിടെയും നമുക്ക് മൂന്നാമത്തെ ബാത്റൂമിന് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ കിട്ടുന്നുണ്ട്. ഈ ഒരു ബെഡ്റൂമിന്റെ ഡോർ ഓപ്പൺ ചെയ്താൽ നമുക്ക് ഇവിടെ ആയിട്ടൊരു ബാൽക്കണി കിട്ടുന്നുണ്ട്. വീടിന്റെ ആ ഒരു ഫ്രണ്ട് പോർഷൻ ഒക്കെയാണ് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ വിസിബിൾ ആയിട്ടുള്ളത്. താഴെ നിന്നുള്ള പില്ലറിന്റെ കണ്ടിന്യൂഷൻ ആണ് വരുന്നത്. ഹാൻഡ് റെയിൽസ് ഒക്കെ കൊടുത്തിട്ട് ചെറിയൊരു ബാൽക്കണി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വീട് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇത് നിങ്ങൾ പരിചയപ്പെട്ട ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കിഴക്കമ്പലത്തിനടുത്ത് ചമ്മലപ്പടി എന്ന് പറയുന്ന സ്ഥലത്തായിട്ടാണ്. നമുക്ക് കിഴക്കമ്പലത്തേക്ക് വെറും 2.5 കിലോമീറ്റർ മാത്രമാണ് ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് വരുന്നത്. ചാർട്ടർ സ്കൂള്, കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂൾ ഇവയെല്ലാം നമുക്ക് നടന്നു പോകാവുന്ന ദൂരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. നല്ല റെസിഡൻഷ്യൽ ഏരിയയിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. 3.25 ആണ് ലാൻഡ് അളവ് വരുന്നത്. 1400 സ്ക്വയർ ഫീറ്റ്, 3 ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂമുകളായിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 3 ബാത്റൂമുകളിലും വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ കിട്ടുന്നുണ്ട്. കിണർ വെള്ളമുണ്ട്. 2 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസും കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് റെന്റ് ഔട്ട് ചെയ്യാനായിട്ടാണെങ്കിലും ഈ ഒരു വീട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 62 ലക്ഷം രൂപയാണ്.
62 lakhs എന്നുള്ളതിന്റെ പ്രൈസ്. തീർച്ചയായിട്ടും മാർബിൾ ഹോംസ് വഴി വാങ്ങിക്കുമ്പോൾ നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്ക് ലോണിലും ഈ വീട് സ്വന്തമാക്കാവുന്നതാണ്. ലോൺ ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിലും ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. വീട് ഇഷ്ടമായെങ്കിൽ ഒട്ടും വൈകണ്ട, ഈ ബഡ്ജറ്റിലുള്ള വീടുകൾ പെട്ടെന്ന് സെയിൽ ആവുന്നതാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾ വിളിച്ചോളൂ. ഇതുപോലെ ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.